Habibi, come to Dubai. അല്ല ശുക്കൂറെ, ഏതാണ് ഈ അറബി? താത്ത ഇത് ഷാർജയിൽ നിന്ന് ഷെയ്ക്കാണ്. ഹലോ, ഷാർജയിലെ ഷെയ്ക്കോ? മൂപ്പര് എന്തിനാ അപ്പൊ ഇങ്ങോട്ട് വന്നിക്കണേ? കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഗുണമുള്ള കാര്യാന്നാ തോന്നുന്നത്. അസ്സലാമലൈക്കും. അല്ലാ, ഷാർജയിലെ ഷെയ്ക്ക് അറബിയൊക്കെ പറയണേ. വലൈക്കും അസ്സലാം. ഷാർജത്തെ ഷെയ്ക്ക് പിന്നെ അറബി അല്ലാണ്ട് കൊറിയ പറയോ? അനക്ക് അസൂയലിന്റെ പേരേക്ക് അറബി വന്നിട്ട് കൊണ്ട് അവിടെ മാറിയുന്നു. അറബി വന്നിരിക്കേ, സിറ്റ് ഡൗൺ. ശുക്രെ, അനികൂടി വിളിച്ചിട്ടാ തോന്നുന്നത്. ഒന്റെ പൊന്നാറ് ചെയ്യുന്നപ്പോ താത്ത ഇന്നോടും പോയി ഇരിക്കാനല്ല പറഞ്ഞത്, നന്ദിന്നാണ് പറഞ്ഞത്. ഹായ് ഫഹാൽ. കയ്യിനും കാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സുഖം. വെള്ളം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ ഒന്നിട്ട് മനസ്സിലാവുന്നില്ല. സുക്കൂറെ, എന്താ പറയണത്? എന്റെ പൊന്നോ, കൈഫഹാലെന്ന് ചോദിച്ച നിങ്ങൾക്ക് സുഖാണോ എന്നാണ്. സുഖാണ്, അൽഹംദുലില്ലാ. എന്താ ഷാർജയിലെ ഷെയ്ക്കത്തിനപ്പൊ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നിട്ട് എനിക്ക് മനസ്സിലായില്ലത്. സുൽത്താൻ ബത്തേരി. സുക്കൂറെ, എന്ത് പറയണ, എനിക്കൊന്നും മനസ്സിലായില്ലടാ. സീനപ്പോ താത്ത നിനക്ക് ലക്കടിച്ചെന്നാ തോന്നുന്നത് കേട്ടോ. ഇയാള് പറയണതേ നിങ്ങള് മോളെ കെട്ടിച്ചിരുന്നാണ്. അയ്യോ, എനിക്കിപ്പോ താത്ത അറബിയിൽ പറയാനും അറിയില്ലല്ലോ. സുക്കൂർ എന്താ താത്തക്ക് അറബിയിൽ പറയാ? എനിക്കറിയാം, ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞു വന്ന്. കുന്തം കെട്ടണില്ല. മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ കുൽസിന് വിളിക്കണം. കുൽസിനോട് എന്താ പറഞ്ഞറിയോ? ഇന്റെ മോക്ക് ഷാർജയിൽ സുൽത്താൻ ഇങ്ങനെ കുതിരപ്പുറത്ത് വരും എന്ന് പറഞ്ഞു. മോളിഞ്ഞ് കളിയാക്കി വരൂല. ഇപ്പൊ കണ്ടോ, സാക്ഷാൽ ഷെയ്ക്കന്റെതാ എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്റെ മോളെ പെണ്ണ് ചോദിക്കണം. ഇപ്പൊ തന്നെ കുൽസിനോട് പറഞ്ഞു, ഫോൺ എടുക്ക്. ഷെയ്ക്ക് ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളു ചെയ്യുമ്പോ താത്ത. അങ്ങനെ കണ്ടിട്ട് പോലില്ല. ഇപ്പൊ തന്നെ നിങ്ങള് നാട്ടുകാരെ കുറിച്ചത് പറയണത്. അതൊന്നും പറ്റില്ല. ഈ തങ്കക്കുടം പോലത്തെ ഷെയ്ക്ക് വന്ന കാര്യം കുൽസിനോട് ചൂടോടെ പറഞ്ഞില്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഷെയ്ക്കിന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊന്നും പിരിക്ക് ലൂസിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, ഷെയ്ക്ക് ആണല്ലോ ഷാർജയിലെ, അത് മതി. അതൊക്കെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. ഇനിയിപ്പോ ഇതൊക്കെ എല്ലാവർക്കും ഓരോ കല്യാണം മുടക്കാൻ നോക്കിയാലോ? ഹേ, അതൊന്നും പിന്നത്തേക്ക് മാറ്റിയേക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതിനോളോട് പറഞ്ഞിട്ട് വരണം എനിക്ക്. അയ്യോ, അച്ഛനിയമ്മ ഇങ്ങനെ വെച്ചാ വെള്ളം കുടിക്കാൻ വേണമെന്നല്ലേ? ഇപ്പൊ കൊണ്ടുതരാം. ഇടക്കിളവൻ സുക്കൂർ 4-5 അറബിന്റെ വേർഡ്സ് പഠിപ്പിക്കാൻ ഞാൻ ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ കുറെ നേരം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അതിന്റെ അടുത്ത് ഈ കുന്തറന്നാണ് തലയെടുത്ത് നിൽക്കൂല. എന്റെ പെണ്ണുങ്ങളെ കുക്കറിന്റെ വാസലെടുത്തിട്ട് അവിടെ നടക്കുന്നത്. ഇപ്പൊ അതിന്റെ അടുത്ത് പോയി അതിന്റെ ചീറ്റിങ് കേൾക്കേണ്ടി വരും ഞാന്. ആ പിന്നെ 2000 ഉറുപ്പ്യ തെളിയിക്കുന്നു അഭിനയിക്കുന്നത്. പണ്ട് 2000 രൂപക്ക് ഒന്നുമല്ല. ഈ പെണ്ണുമ്പിള്ളൊക്കെ 100 കൂട്ടം ചോദ്യം ഉണ്ടാവും. അതിനൊക്കെ ഞാൻ എന്ത് പറയും? ഈ ഏജിൽ തന്നെ എല്ലാ അറബിയും തീരും ചെയ്തു. അത് ഞാൻ എന്നോട് പറയാന്ന് വെച്ചിരിക്കാനോ? ഞാൻ മണി പോലെ വൃത്തിക്കാണ് കഴിച്ചത്. എന്നിട്ട് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ആ തളത്തിന് ബുദ്ധി വിവരമില്ലാത്തോണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്റെ അറബിക്കായ കുറ്റം. ഈ പറഞ്ഞ എല്ലാ അറബിയിലും ഞാൻ പുറത്ത്. തല്ലുണ്ടാക്കണേ.
താത്ത എന്റെ പൊന്നാന തള്ളേ, ഞാൻ ഇവരെ ഷാർജയത്ത് ജയിക്കുമല്ല, ഒരു കുന്തത്തെ ആളുമല്ല. ഇവരാണ് ഈ വേഷം പിടിപ്പിച്ചത്. ഇരിക്കുന്നിട്ട് മോനെ തൊള്ളയിലത്തെ എല്ലാവരും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പോവാണ്. ക്ലാസ് പൊട്ടിയ പൈസ കൊടുക്കേണ്ടി വരും. എന്തിനാണ് ഈ വേഷം മുഴുവൻ കെട്ടിച്ചത്? പറയണേ സുക്കൂറെ, പറഞ്ഞില്ലെങ്കിൽ തോലമാട്ട ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ പറയാ എടാ, ഒക്കെ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞെന്ന് എല്ലാവർക്കും എഴുതിയിരിക്കണല്ലോ. അപ്പോല്ലേ എടാ, പെട്ടെന്ന് പോണം. കാരണം ഇതിന്റെ പെണ്ണുങ്ങൾ കുക്കറിന്റെ വാസറാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചക്ക് സാമ്പാറേ ഉണ്ടാക്കുള്ളൂ. അതിനെന്തായാലും ഈ കുക്കർ നോക്കും. ആടാ, പെട്ടെന്ന് പോവാ. ഇതിന്റെ ജീവിത പ്രശ്നം ആയോണ്ടല്ലേ. അല്ല, ഈ എന്തിനെ കൊണ്ട് ഈ വേഷമൊക്കെ കെട്ടിപ്പിച്ചത്? എനിക്ക് ആ സേനുപത്താക്കാൻ മോളെ പെരുത്തിഷ്ടാണ്. ഞാൻ കല്യാണം ചോദിച്ചു പോയപ്പോ ആ പെണ്ണുമ്പോൾ ഇനി മേത്തിരി ചെരുപ്പ് വിട്ടിട്ട് പറഞ്ഞിക്കുക, ഈ നാട്ടിൽ ഒരാൾക്കും ആ പെണ്ണിനെ കൊടുക്കൂലെന്ന്. ഷാജത്ത് ശരിക്കും മാത്രമേ കൊടുക്കുള്ളൂ. അതിനാണ് ഞാൻ ഈ പ്ലാൻ ആക്കിയത്. ഈ ഷാജത്തെ ജയിക്കായിട്ട് സേനുപത്താത്തിനടുത്ത് പോകും. സേനുപത്താത്ത എന്താണ് ഷാജത്തെ ജയിക്കാനായിട്ട് കല്യാണം എന്തായാലും നടത്തും. കല്യാണം നടത്തുന്ന 2 ദിവസം മുമ്പ് ഈ ഇവിടുന്ന് മുങ്ങണം. അപ്പൊ പിന്നെ കല്യാണത്തിന്റെ പരിഭവത്തിൽ നിൽക്കുമ്പോഴേക്കും ഞാൻ പോവാ. ഹീ സേനപതാത്ത മോളെ കെട്ടിച്ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ സേനപതാത്തയുള്ള സങ്കടത്തോണ്ട് എന്തായാലും എനിക്ക് കെട്ടിച്ചേരും. ഞാനൊരു ഷാർജത്തെ ജയിക്കായിട്ട് എന്റെ കല്യാണം നടക്കാൻ നടന്നോട്ടെ. ഇതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ നിങ്ങൾ കെട്ടിച്ചേരില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഷാർജത്തെ ജയിക്കാൻ കളിക്കിയത്. ഇനി അമേരിക്കത്തെ ചക്കരൊന്നും വേണമെന്ന് പറയുന്നത്. Habibi, come to Dubai.